ശ്രീയാണേ. എനിക്ക് ആന്ത്രോപോമെട്രി കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആന്ത്രോപോമെട്രിയിൽ ഹൈറ്റ് ആയിരുന്നു നോക്കി നോക്കിയത്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ആന്ത്രോപോമെട്രിക് മെഷർമെന്റ് ആണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. മെട്രിക് ഫോർമുല, അതായത് BMI ഈക്വൽ ടു വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് WHO ക്ലാസിഫിക്കേഷൻ. നോർമൽ 18.5 ടു 24.9 ആണ്. ലെസ് ദാൻ 18.5 ആണ് അണ്ടർ വെയിറ്റ്. മോർ ദാൻ 30 വരുന്നതാണ് ഒബിസിറ്റി. ഒബിസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് അപ്പർ സെഗ്മെന്റ് ലോവർ സെഗ്മെന്റ് റേഷ്യോ ആണ്. നമ്മൾ ഓൾറെഡി പേഷ്യന്റിന്റെ ഹൈറ്റ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ 120 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ നമുക്കിത് മെഷർ ചെയ്യാൻ വേണ്ടി ആദ്യം പേഷ്യന്റിന്റെ എണീപ്പിച്ച് നോക്കണം. അപ്പൊ നമ്മൾ ലോവർ സെഗ്മെന്റ് എങ്ങനെയാണ് മെഷർ ചെയ്തതെന്ന് വെച്ചാൽ പ്യൂബിക് സിംഫസിസിൽ നിന്ന് ഫ്ലോർ വരെ മെഷർ ചെയ്ത് എത്ര സെന്റിമീറ്റർ ആണ് നോക്കാം. അപ്പൊ ലോവർ സെഗ്മെന്റ് കിട്ടിയിട്ടുള്ളത് 62 സെന്റിമീറ്റർ ആണ്. ടോട്ടൽ ഹൈറ്റിൽ നിന്നും ലോവർ സെഗ്മെന്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പർ സെഗ്മെന്റ് കിട്ടും. ഇത് നമ്മൾ അപ്പർ സെഗ്മെന്റ് ഈസ്റ്റ് ലോവർ സെഗ്മെന്റ് റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പർ സെഗ്മെന്റ് ലോവർ സെഗ്മെന്റ് റേഷ്യോസ് റീബോണിന് 1.7:1, 1 ഇയർ ആകുമ്പോൾ 1.6:1, 7 to 10 ഇയർ ആകുമ്പോൾ 1:1, അഡൽട്ട് ആകുമ്പോൾ 0.19:1 ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹെഡ് സർക്കംഫറൻസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനാദ്യം നമ്മൾ സുപ്രാ ഓർബിറ്റൽ റിജസിന്റെ മേളിൽ ടേപ്പ് ഒഴിക്കാം. ഇയറിന്റെ മേളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസിന്റെ അടുത്ത് എത്തി അത് മെഷർ ചെയ്യാം. അപ്പോൾ നമ്മൾ മിഡാം സർക്കംഫറൻസിന് വേണ്ടി നമ്മൾ ആദ്യം പേഷ്യന്റിനോട് കൈ ഇങ്ങനെ വയ്ക്കാൻ പറയാം. അങ്ങനെ വെച്ച് നമ്മൾ അക്രോമിയോണിൽ നിന്നും ഒലിക്രനോൺ പ്രോസസ് വരെ മെഷർ ചെയ്യാം. അതൊരു 28 ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു മിഡ് പോയിന്റ് വരുമ്പോഴത്തേക്ക് ഒരു 14 ആയിരിക്കും. അതിന്റെ പകുതി 14 വരുന്നു. അപ്പൊ നമ്മളത് മെഷർ ചെയ്യാം. അത് 23 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു 6 months to 5 years ഉള്ള ചൈൽഡിനാണ് നമ്മൾ മിഡാം സർക്കംഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റർ ദാൻ 12.5 സെന്റിമീറ്റർ ആണ് നോർമൽ. 11.5 to 12.5 സെന്റിമീറ്റർ മോഡറേറ്റ് അക്യൂട്ട് മാൽന്യൂട്രീഷനും ലെസ് ദാൻ 11.5 സെന്റിമീറ്റർ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷനുമാണ്. ആദ്യം നമ്മൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നിപ്പിൾ ലൈനിൽ കൂടെ പാസ് ചെയ്യിക്കുക. എന്നിട്ട് ഫുള്ള് ചെസ്റ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് മെഷർ ചെയ്യുക. നമ്മൾ പേഷ്യന്റിനോട് കൈ നിവർത്തി വയ്ക്കാൻ പറയണം. അത് എങ്ങനെ വെച്ചാൽ അത് നമ്മൾ മിഡിൽ ഫിംഗറിന്റെ ടിപ്പിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ടേപ്പ് പിടിച്ച് ചെസ്റ്റിന്റെ മുകളിൽ കൂടെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആം സ്പാൻ കിട്ടുന്നതായിരിക്കും. ഈ മെഷർ ചെയ്യാൻ പോകുന്നത് സ്കിൻ ഫോൾഡ് തിക്നെസ് ആണ്. കാരണം നമുക്ക് വേണ്ടത് സ്കിൻ ഫോൾഡ് കാലിപ്പർ വേണം, ഒരു മെഷറിംഗ് ടേപ്പ്, അത് ഓപ്ഷണൽ ആണ്. ഇത് നമുക്ക് മെഷർമെന്റ് സൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പെന്ന് വേണം. ഇത് നമ്മൾ ഇൻഡിവിജ്വലി നല്ല റിലാക്സ്ഡ് ആയിട്ട് വേണം ഇരുത്താനായിട്ട്. നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റുകളെന്ന് പറഞ്ഞാൽ ട്രൈസെപ്സ്, ബൈസെപ്സ് ഒക്കെയാണ്. ഇപ്പൊ ട്രൈസെപ്സിന്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈസെപ്സ് പ്ലാറ്റിലാണല്ലോ. നമ്മള് ഷോൾഡറിന്റെയും എൽബോയുടെയും മിഡ് പോയിന്റ്, ഇപ്പൊ നമ്മുടെ ബാക്കിലത്തെ സ്കിന്നാണ് എടുക്കുന്നത്. ട്രൈസെപ്സ് ആണെങ്കിൽ സെയിം തന്നെ, ഷോൾഡറിന്റെയും എൽബോയുടെയും മിഡ് പോയിന്റ് ഫ്രണ്ട് ഓഫ് ദി ആമാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് അബ്ഡോമൻ, ചെസ്റ്റ്, തൈയും അബ്ഡോമൻ ഏരിയ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ പേഷ്യന്റിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻഡിവിജ്വലിനെ റിലാക്സ് ചെയ്തെടുത്ത് ഇത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പ് ഉപയോഗിച്ച് സ്കിന്നും അണ്ടർലൈൻ ഫാറ്റും നമ്മൾ പിൻ ചെയ്യണം. അപ്പം ഇൻഡിവിജ്വലിനെ റിലാക്സ് ചെയ്തിരിക്കുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മസിൽ പിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കിൻ ഫോൾഡ് കാലിപ്പർ എടുക്കുക. കാലിപ്പർ എടുത്തിട്ട് നമ്മുടെ ഫിംഗറിൽ നിന്ന് ഒരു 1 സെന്റിമീറ്റർ മാറി 1 സെന്റിമീറ്റർ അവേ പെർപെൻഡിക്കുലർ ടു സ്കിൻ ഫോൾഡ് നമ്മൾ കാലിപ്പറിന്റെ ജോസ് വെക്കുക. നമ്മൾ കാലിപ്പറിന്റെ ഹാൻഡിൽസ് അതിനുശേഷം റിലീസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൺസിസ്റ്റന്റ് പ്രഷർ സ്കിൻ ഫോൾഡിൽ അപ്ലൈ ചെയ്യുക. ഒരു 1 to 2 seconds കൊണ്ട് കാലിപ്പർ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെഷർമെന്റ് എടുക്കാം. മെഷർമെന്റ് നമ്മൾ 2-3 വട്ടം എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ആവറേജ് എടുക്കണം ആക്യുറസിക്ക് വേണ്ടി.